ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوة المؤمنون أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല, ലാ തഖൂമുസ്സാഅ ഹത്താ യതഖാറബസ് സമാൻ, സമയം അടുത്ത് വരുന്നത് വരെ. അങ്ങനെ ഒരു വർഷം എന്നത് ഒരു മാസം ആയി മാറും. ഒരു മാസം എന്നത് തകൂനു കൽ ജുമുഅ, ഒരാഴ്ച പോലെയാകും. ഒരാഴ്ച എന്നത് ഒരു മിനിറ്റ് പോലെയാകും. ഒരു മിനിറ്റ് എന്നത് നല്ല മുണങ്ങിയ ഒരു ഈത്തപ്പനയുടെ ഓല കത്തിച്ചാൽ അത് കത്തുന്നത് പോലെ അവിടെ ഇല്ലാതായി പോകുമെന്നാണ്. 2024 കഴിഞ്ഞ് 2025 നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുക. ഇന്ന് 3-ാം തീയതിയാണ്. ഒരുപാട് ആളുകൾ 2004 വിട പറഞ്ഞു. അൽഹംദുലില്ലാഹ് നമ്മളിപ്പോഴും ജീവിക്കുന്നു. ഇനി 2005 ആരൊക്കെ പൂർത്തിയാക്കും എന്ന് പറയാൻ കഴിയില്ല. സമയത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും എന്നതാണ്. എത്ര പെട്ടെന്നാണ് ഒരു വർഷം കഴിഞ്ഞത്, എത്ര പെട്ടെന്നാണ് ഓരോ മാസങ്ങളും കഴിയുന്നത്, എത്ര പെട്ടെന്നാണ് ഓരോ ആഴ്ചകളും കഴിയുന്നത്, ഓരോ ദിവസവും കഴിയുന്നത്. ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ജീവിതവും കഴിയും. പെട്ടെന്ന് മരിച്ചു പോവുകയും ചെയ്യും. ഇന്നലെയും മിനിഞ്ഞാന്നും ഓരോ ജനാസയിൽ പങ്കെടുത്തു. രണ്ടുപേരും പെട്ടെന്ന് മരിച്ചതാണ്. കാര്യമായിട്ട് അസുഖമൊന്നുമില്ല, പെട്ടെന്ന് മരിച്ചതാണ്. 1-ാം തീയതിയും 2-ാം തീയതിയും. ജീവിതമൊക്കെ അവസാനിക്കുമ്പോഴും നമുക്ക് തോന്നും, ഇത്ര പെട്ടെന്ന് മരിക്കാനായോ, ഇത്രയൊക്കെ സമയമായോ. ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനയിൽ ഒരു ചോദ്യമുണ്ട്. നാളെ പരലോകത്ത് ചെന്നാൽ അള്ളാഹ് ഒന്ന് ചോദിക്കും, നമ്മളെയൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തും. കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ. അല്ല, ഇപ്പൊ സുമാർ എത്ര കൊല്ലപ്പോ കിട്ടി ചോദിക്കും. ആയസേ നമ്മൾ ചോദിക്കൂലേ, എത്ര കൊല്ലം കിട്ടിയെന്ന് ചോദിക്കൂലേ, സുമാർ എത്ര കൊല്ലം കിട്ടി? ഖാലു, അവര് പറയും, ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം ഫസ്അലിൽ ആദീൻ. ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ഒരു അര ദിവസമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. 90 വയസ്സ് കിട്ടിയവന്റെ മറുപടി അതാണ്. ഇനി സംശയം ഉണ്ടെങ്കിൽ അത് കണക്കാക്കണം. മലക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ, നമ്മളെക്കാൾ കുറച്ചുകൂടി അറിയാം. അവരോടൊന്ന് ചോദിച്ചു നോക്കുക. അല്ലാഹ് പറയും, ഖാല ബൽ ലബിസ്തും ഇല്ലാ ഖലീല ഇല്ലബിസ്തും ഇല്ലാ ഖലീല ഇന്നകും കുൻതും തഅലമൂൻ. കുറച്ച് നിങ്ങൾ ജീവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. എത്ര ജീവിച്ചാലും നമുക്ക് തോന്നും ഒന്നും ആയിട്ടില്ല. വീണ്ടും വീണ്ടും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ആവും. മരിച്ചു കഴിഞ്ഞ് മണ്ണടിഞ്ഞാലും തീരാത്ത ആഗ്രഹങ്ങൾ, തീരാത്ത പ്ലാനുകൾ, അതാലോചിച്ച് മനുഷ്യൻ ടെൻഷൻ അടിച്ച് നടക്കുക. പലപ്പോഴും അതിൻ്റെ ഇടയിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ സമയം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മളാരും ശ്രദ്ധിക്കാറില്ല. ഒരു മിനിറ്റ് സമയം വിലപ്പെട്ടതാണ്.
ഒരു വർഷം വിലപ്പെട്ടതാണ്. ചില ചിന്തകന്മാർ പറഞ്ഞതുപോലെ പരീക്ഷയിൽ തോറ്റ ഒരു കുട്ടിയോട് ചോദിക്കണം ഒരു വർഷത്തിന്റെ വില. സമയമാവാതെ പ്രസവിക്കാത്ത പ്രീമേച്വർ ഒരു ഉമ്മയോട് ചോദിക്കണം ഒരു മാസത്തിന്റെ വില. ഒരു പത്രത്തിന്റെ വീക്കിലിയുടെ എഡിറ്ററോട് ചോദിക്കണം ഒരാഴ്ചയുടെ വില. ഒരു മിനിറ്റിന് വിമാനം വൈകിയ യാത്ര മുടങ്ങിയ യാത്രക്കാരനോട് ചോദിക്കണം ഒരു മിനിറ്റിന്റെ വില. ഒരു മില്ലി സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ മില്ലി മിനിറ്റ് കൊണ്ട് മെഡൽ നഷ്ടമായ ഒരു അത്ലറ്റിനോട് ചോദിക്കണം ഒരു സെക്കൻഡിന്റെ മില്ലി സെക്കൻഡിന്റെ വില എന്നൊക്കെ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സമയം അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. എല്ലാ അനുഗ്രഹത്തേക്കാളും അത് നമുക്ക് തന്നത് നമ്മൾ തന്നെ ഉപയോഗിക്കണം. നമ്മുടെ കിഡ്നി വേറൊരാൾക്ക് കൊടുക്കുക, ലിവർ കൊടുക്കുക, കണ്ണ് കൊടുക്കുക, രക്തം കൊടുക്കുക, സമയം കൊടുക്കാൻ പറ്റും. അത് എനിക്ക് കിട്ടിയത് ഞാനും നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളും ഉപയോഗിക്കണം. അല്ലാഹു തആല 86,400 സെക്കൻഡ് ഒരു ദിവസം നമുക്ക് നൽകുന്നുണ്ട്. അത് പൈസ എന്ന് വിചാരിച്ചോളി, പൈസയാണ്. അക്കൗണ്ടിൽ ഇട്ട് തരാണ്, രാവിലെ അക്കൗണ്ടിൽ ഇട്ട് തരാണ്. അടുത്ത രാവിലെ അടുത്ത നേരം വെക്കുമ്പോൾ 24 മണിക്കൂർ 6 മണിക്ക് അത് പിൻവലിക്കും. അതിന് മുമ്പ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഇട്ട് തന്നാൽ എന്തൊരു ഒത്തപ്പടിക. 86,400 രൂപ എന്തെങ്കിലും കാട്ടി നമ്മളത് എടുക്കും, ചെലവാക്കും. പക്ഷെ നമുക്ക് 86,400 സെക്കൻഡ് ഉണ്ടായിട്ട് 24 മണിക്കൂർ ഒരു ദിവസം ഉണ്ടായിട്ട് ശരിക്കൊന്ന് ആലോചിക്കുക. ഇന്ന് നേരം വെളുത്ത് ഈ സമയം വരെ നമ്മളൊന്ന് ആലോചിക്കുക, ഈ സമയം എന്ത് ചെയ്തു? നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. രണ്ടനുഗ്രഹം മനുഷ്യർ അതിൽ വഞ്ചിക്കപ്പെടുന്നു, തിന്മകളിൽ അകപ്പെടുന്നു. അസ്സിഹ്ഹതു വൽ ഫറാഗ്, ആരോഗ്യം, ഒഴിവ് സമയം. ഇത് രണ്ടും ഒപ്പം കിട്ടണം. ചിലപ്പോ ആരോഗ്യം ഉണ്ടാവും, ഒഴിവുണ്ടാവില്ല. ഒഴിവിട്ടുമ്പോ ആരോഗ്യം ഉണ്ടാവില്ല. നോക്കുങ്ങള്, മനോഹരമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് ആരോഗ്യവും ഒഴിവ് സമയവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. വേണമെങ്കിൽ ഒഴിവ് സമയത്ത് കിട്ടുന്ന ആരോഗ്യം, അതിൽ മനുഷ്യൻ പലപ്പോഴും വഞ്ചിക്കപ്പെടുകയാണ്. കാരണം അള്ളാഹു നൽകുന്ന സമയം എന്ന് പറയുന്ന അനുഗ്രഹം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ഉപയോഗിക്കാൻ പറ്റൂല. അതുകൊണ്ട് സ്വർണം വാങ്ങി വെക്കാൻ പറ്റൂല. കാശൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഭക്ഷണമാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. അത് അതേ സമയം സ്പോട്ടിൽ ഉപയോഗിക്കണം എന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമയം എന്ന് പറയുന്നത് ഒരു വിമാനം പോകുന്നത് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നാക്കം പോകില്ല, പിന്നാക്കം പോകില്ല. അത് മുന്നോട്ട് മാത്രമേ പോകൂ. പിന്നാക്കം പോകാൻ കഴിയില്ല. വിമാനത്തിലെ യാത്ര പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓരോ സെക്കൻഡുകളും കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ദഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖും വസവാനി. മനുഷ്യന്റെ ഹൃദയമിടിപ്പ് അതൊരു വാച്ചിലെ സെക്കൻഡ് സൂചി പോലെയാണ്. അത് അവനോട് ഇങ്ങനെ പറയുന്നത് ഇന്നൽ ഹയാത ദഖായിഖും വസവാനി. ജീവിതം എന്ന് പറഞ്ഞാൽ അത് മിനിറ്റുകളും സെക്കൻഡുകളുമാണ്. ചിലപ്പോ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ അത് നിലച്ചു പോയേക്കാം. അതിന് പ്രത്യേകമായ രോഗം വേണമെന്നില്ല. രോഗവും ആശുപത്രിയും ഡോക്ടറും ഒക്കെ ഒരു സാങ്കേതികത്വം മാത്രമാണ്. ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ മരണം 4-5 ഡോക്ടർമാരുടെ മുന്നിൽ നിന്നാണ്.
മരിച്ചു പോകുന്നത്. എല്ലാവരും. ഒരസുഖവുമില്ലാത്ത ഒരാള് കാർഡിയാക് അറസ്റ്റ് വന്ന് മരണപ്പെട്ടു പോകുന്നു. തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി. അതുകൊണ്ട് നല്ല നിലക്ക് ജീവിക്കുക. നിനക്കറിയില്ല ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. രാത്രിയായാൽ നേരം മുഴുക്കുവോ എന്ന് നിനക്കറിയില്ല. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ. ആരോഗ്യമുള്ള എത്ര ആളാണ് ഒരു രോഗവുമില്ലാതെ മരിച്ചു പോകുന്നത്. വകം മിൻ മരീദിൻ ആശ ദഹ്റൻ അലാ ദഹ്രി. എത്ര രോഗികളാണ് ഒന്ന് മരിച്ചെങ്കിൽ എന്നാഗ്രഹിക്കുന്ന, കുടുംബക്കാർ ആഗ്രഹിക്കുന്ന എത്ര രോഗികളാണ് കാലങ്ങൾ കാലങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നീ നേരം പുലരുന്നു, നീ നിന്റെ വീട്ടിലായിരിക്കും. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. അന്ന് നമുക്ക് വേണ്ടി നമ്മളൊന്നും ടെക്സ്റ്റൈൽസിൽ പോയി വാങ്ങാത്ത, വല്ലാതെ ചോയ്സ് ഇല്ലാത്ത, സെലക്ഷൻ ഇല്ലാത്ത മയ്യത്തിന്റെ പുടവ അവിടെ റെഡിയായിരിക്കുന്നുണ്ടാവും. ആരും സെലക്ഷൻ ഒന്നുമില്ലല്ലോ, എടുത്ത് അന്ന് വാങ്ങിപ്പോരല്ലേ, അവനറിയില്ല. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് എല്ലാറ്റിനെ കുറിച്ചും സത്യം ചെയ്യാൻ പറ്റും. നമുക്ക് അള്ളാഹിനെ കുറിച്ച് മാത്രമേ സത്യം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മമ്പറത്തെ തങ്ങള്, കാലിയറോഡ്, മുഹ്യിദ്ദീൻ ശൈഖ്, പിന്നെ മലക്ക്, ജിന്ന്, ശൈത്താൻ, ഇതൊന്നും സത്യം ചെയ്യാൻ പാടില്ല. പക്ഷെ അള്ളാഹ്ക്ക് സത്യം ചെയ്യാം. അള്ളാഹ് പലതും, വത്തീൻ വസ്സൈത്തൂൻ വൽ ഫജ്ർ വലയാലിൻ നശ്ർ. അള്ളാഹു ഒരു വസ്തുവിനെ സത്യം ചെയ്താൽ അത് ഗൗരവമുള്ള ഒരു കാര്യമായിരിക്കും. ചെറിയ കാര്യം കൊണ്ടൊന്നും അല്ലാഹു തആല സത്യം ചെയ്യില്ല. അതാണ് അതിന്റെ വ്യാഖ്യാനം. സമയത്തിന്റെ മുഖ്യ ഭാഗങ്ങളെ കൊണ്ടും അല്ലാഹു തആല സത്യം ചെയ്തിട്ടുണ്ട്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ. പ്രഭാതം തന്നെയാണ് സത്യം. ലൈൽ വല്ലൈൽ ഇദാ യഗ്ഷ. രാത്രി. വസ്സുബ്ഹി ഇദാ അസ്ഫർ. മറ്റൊരു സ്ഥലത്ത് വസ്സുബ്ഹി ഇദാ അസ്അസ്. സുബ്ഹി കേട്ടിട്ടുണ്ടല്ലോ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. വന്നഹാർ ഇദാ തജല്ല. പകൽ. വല്ളുഹ, ളുഹാ സമയം. വല്ലൈലി ഇദാ സജ. ആലോചിച്ച് നോക്കൂ. ഓരോ സമയത്തിന്റെ യാമങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. ഓരോ യാമങ്ങളും അല്ലാഹു തആല സത്യം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സമയവുമായി ബന്ധപ്പെട്ട സൂര്യനെയും ചന്ദ്രനെയും അല്ലാഹു തആല സത്യം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അല്ലാഹു മനുഷ്യന് നൽകുന്ന സമയമാണ്. മനുഷ്യന്റെ സമയം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ ആയുസ്സാണ്. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഭൂമിയിൽ ഇരുന്ന് കുട്ടികളെ പോലെ പരീക്ഷ എഴുതുക. ഒരു പരീക്ഷ കഴിഞ്ഞല്ലോ. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്നറിയാൻ അല്ലാഹു തആല ദുനിയാവിൽ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയാം, ഈ ദുനിയാവിലെ ഈ സീനത്തൊക്കെ അത് നിങ്ങളെ പരീക്ഷിക്കാനുള്ള ഓരോ വസ്തുക്കളാണ്. പരീക്ഷ പല രൂപത്തിലുണ്ട്. അബാക്കസ് ഉണ്ട്, ചില സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള പരീക്ഷകളുണ്ട്. മെമ്മറി ടെസ്റ്റുകളുണ്ട്. പല ജാതി പരീക്ഷകളും പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പല ജാതി പരീക്ഷ ഉണ്ട്. ഈ ദുനിയാവിലുണ്ട് പലതും. സീനത്തല്ലഹ, ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്. പക്ഷെ ഒറ്റ കാര്യം, ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. പക്ഷേ ടൈം വ്യത്യാസം. കുട്ടികൾക്ക് പരീക്ഷ കൂടി 1 മണിക്ക് തുടങ്ങിയ പിന്നെ 10 മണിക്ക് തുടങ്ങിയ 12 മണിക്ക് നീട്ടിയൊരു ബെല്ലടിക്കും, അതോടെ കഴിയും. എന്നാ ദുനിയാവിലെ പരീക്ഷ അങ്ങനെയല്ല. ഓരോരുത്തർക്കും സെക്കൻഡ് ബെല്ല് വ്യത്യാസമുണ്ട്, ഫസ്റ്റ് ബെല്ലും വ്യത്യാസം. ഒരേ സമയത്ത് ബെല്ലടിക്കൂലെന്നുള്ളൂ.
അത് ചെറുപ്പത്തിൽ തന്നെ ബെല്ലടിക്കുന്ന ആൾക്കാരുണ്ട്. 35 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ്, 70 വയസ്സ്. ചില ആളുകൾ നേരത്തെ മരിച്ചു, അറിയില്ല, നമുക്കൊന്നും അറിയില്ല ആരെപ്പോഴും മരിക്കും എന്നുള്ളത് അറിയില്ല. അത് വലിയൊരു അനുഗ്രഹമാണ് ഞാൻ പറയാറുണ്ട്. നമ്മളൊക്കെ മരിക്കണ ദിവസം അറിഞ്ഞിരുന്നെങ്കിൽ ലോകം നിശ്ചലമാവും. അള്ളാഹ് നൽകിയ അനുഗ്രഹം നമ്മൾ മരിക്കുന്ന ദിവസം അറിയില്ല എന്നുള്ളതാണ്. എപ്പോ ബെല്ലടിക്കുന്ന അറിയില്ല. ചില ആളുകൾ അങ്ങനെ മരിക്കാതെ അറുദലുൽ ഉംറിലേക്ക് പോകും. ചെറിയ കുട്ടികളെ പോലായി മാറും. ഒരുപാട് പ്രായം ഉണ്ടാവും, 90, 99 ഒക്കെ ഉണ്ടാവും. പഠിച്ചതൊന്നും അവന് ഓർമ്മ ഉണ്ടാവില്ല. എത്ര വലിയ പണ്ഡിതനായിട്ടും കാര്യമില്ല, എഞ്ചിനീയർ ആയിട്ടും കാര്യമില്ല, ഡോക്ടറായിട്ടും കാര്യമില്ല. കുറെ കഴിഞ്ഞാൽ അത്തും പുത്തും ആവും, ചെറിയ കുട്ടികളെ മാതിരിയാവും. ആരായിട്ടും കാര്യമില്ല. അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാർ. മുസ്ലിം ഉമ്മത്ത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ആരോഗ്യം കുറവുള്ളവരാണ്, ആഫിയത്ത് കുറവുള്ളവരാണ്, ആയുസ് കുറവുള്ളവരാണ്. പുതിയ മെഡിക്കൽ സയൻസ് പറയുന്നത് പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ആയുസ് കൂടുതലാണ് എന്നാണ്. പണ്ടൊക്കെ ഇത് കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പ് അറ്റാക്കായിട്ടൊക്കെ മരിച്ചു പോകും. 50 വയസ്സ്, 40 വയസ്സ്. നമ്മള് പൊട്ടി ചെയ്താൻ കൊന്നതാന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒടിയേം കൊന്നു എന്നൊക്കെ പഴയ കാലത്ത് പറയാം. അതിനൊക്കെ കുറച്ച് ഭേദം, അതിനൊക്കെ ചികിത്സ ഉണ്ട്, കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാലും അല്ലാഹു റസൂൽ പറഞ്ഞൊരു പരിധിയുണ്ട്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ70 വഖല്ല മൻ ജാവസഹാ. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60 മുതൽ 70 വരെയാണ്. അത് അധികരിച്ചവര് കുറവാണ്. അപ്പോ 60 മുതൽ 70 വരെ പല പ്രധാനപ്പെട്ട സഹാബികളും മുഹമ്മദ് നബിയൊക്കെ മരിച്ചത് 63-ാമത്തെ വയസ്സിലാണ്. സൗദി അറേബ്യയിലും ചില അറബ് നാടുകളിലൊക്കെ റിട്ടയർമെന്റ് പ്രായം 63-ആണ്. നമ്മുടെ സർക്കാർ 56 ആവുമ്പോ പിരിച്ചുവിടും. 63-ആണ്. അതെന്താ കാരണം? നബിന്റെ ആയുസ്. അതൊരു ആവറേജാണ്. 70 ആയ ഭാഗ്യമാണ്. 70ന്റെ മുകളിൽ പോയാൽ നമ്മൾ എന്ത് പറഞ്ഞാലും, നമ്മളൊക്കെ സ്കൂട്ടർ വാങ്ങണ കാലാണ് 70 കഴിഞ്ഞാല് റോഡിൽ കൂടെ. ആ പ്രായം എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹ് നമുക്ക് തരുന്ന അവാർഡ് കിട്ടുന്ന പ്രായം, അവാർഡാണ്, അല്ലെങ്കിൽ ബോണസ് ആണ് 70 കഴിഞ്ഞാൽ. അള്ളാഹുവിന്റെ റസൂൽ പറയാം. അപ്പോ മനുഷ്യന്റെ ആയുസ് പഴയ കാലം ആലോചിച്ച് നോക്കൂ. നൂഹ് നബി അലൈഹിസ്സലാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഖുർആന്റെ ഒരു അത്ഭുതം പറഞ്ഞപ്പോ പറഞ്ഞു, ചിലർ പറഞ്ഞത് 1000 കൊല്ലം ജീവിച്ചിട്ടുണ്ട് എന്നാണ്. 950 എങ്കിലും ഉണ്ടല്ലോ ഖുർആനിൽ പറയുന്നത്. ആയുസ് കൂടുതലുണ്ടായിരുന്നു എന്നാണ് പഴയ കാലത്തെ ആൾക്കാർ. ആ കാലഘട്ടത്തിൽ കൂടുതൽ അറിയില്ല, വലിയ മനുഷ്യന്മാരായിരുന്നു എന്നാണ്. ഇപ്പോഴും നമുക്ക് വലിയ മനുഷ്യന്മാരെ കാണാം. ഒന്ന് ഹജ്ജിന് പോയാൽ മതി, പല രാജ്യത്തുള്ള ആൾക്കാരുണ്ടോ. നമ്മളൊക്കെ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ, നമ്മളെക്കാളും ചെറിയൊരു വേറുണ്ട്. വലിയ പാകിസ്ഥാനികള്, നൈജീരിയക്കാരൊക്കെ വലിയ വലിയ മനുഷ്യന്മാർ. ഒമാനിലൊരു ഖബറുണ്ട്, ഏതോ ഒരു ഇമ്രാന്റെ ഖബർ എന്ന് പറയുന്ന തെങ്ങിന്റെ വലിപ്പമുണ്ട്. ഉണ്ടായിക്കൂടായില്ല. കാരണം ഖുർആനില് ആദ് സമൂഹത്തെ നശിപ്പിച്ചപ്പോ അവരിങ്ങനെ ചത്ത് കിടക്കുകയാണ്. എല്ലാവരും ചത്ത് കിടക്കുന്നതിനെ ഖുർആൻ പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്, കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. മറ്റൊരു സ്ഥലത്ത് കഅന്നഹും അഅജാസു നഖ്ലിൻ മുൻഖഇർ. കടപൊഴുകി വീണ ഈത്തപ്പന മരത്തിനെ പോലെ ഉണ്ട് എന്നാണ്. ഓരോ മനുഷ്യന്മാരിങ്ങനെ ചത്തു കിടക്കുകയും അള്ളാന്റെ ശിക്ഷ വന്നിട്ട് ഓരോരുത്തരും മരിച്ചു കിടക്കുമ്പോ വലിയ ഈത്തപ്പന കടപുഴങ്ങി വീണ പോലെ ഉണ്ട് എന്നുണ്ട്. കാലഘട്ടത്തിലെ മനുഷ്യന്മാരുടെ ആകാരത്തെ അള്ളാഹു തആല ചിത്രീകരിക്കുക. ഹദീസിലുണ്ട്, ഖലഖല്ലാഹു ആദമ വതൂലുഹു 60 ദിറാഅ. എന്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല. ആദം നബിയെ അള്ളാഹ് സൃഷ്ടിച്ചപ്പോ 60 മുഴം നീളമുണ്ടായിരുന്നു എന്നാണ്.
അപ്പൊ ഉൾക്കൊള്ളാൻ പറ്റാത്തതൊന്നും അല്ല, ഖുർആനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ കൃത്യമായി വന്നിട്ടുണ്ട്. ആരോഗ്യവും അങ്ങനെ തന്നെ. ആദിന്റെ ശേഷം വന്ന സമൂദ് ഗോത്രം, അവരെ പറ്റി അല്ലാഹു തആല പറയുന്നത് വതൻഹിതൂന മിനൽ ജിബാലി ബുയൂതൻ ഫാരിഹീൻ, നിങ്ങൾ കൈകൊണ്ട് പർവ്വതങ്ങൾ തുരന്ന് വീടുകൾ ഉണ്ടാക്കി താമസിച്ചിട്ടുണ്ട് എന്നാണ് അവരെ കഴിവുകൾ. കുറെ ഈജിപ്തിലെ പിരമിഡുകൾ അതൊക്കെ മനുഷ്യര് നിർമ്മിച്ചതാണ്. അല്ല, കഴിവുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് പഴയ കാലത്ത്. ഇപ്പൊ ഈ യന്ത്രങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഉണ്ടാക്കണ ചില പാലൊക്കെ പൊട്ടിച്ചാടുകയാണ്. കഴിയുമ്പോഴൊക്കെ പൊട്ടിച്ചാടി കുറെ എണ്ണം മരിക്കുകയാണ്. അപ്പൊ തന്നെ വിവാദമാണ്. എല്ലാ യന്ത്രങ്ങളും സാമഗ്രികളും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാ വിഷയത്തിലും, ആരോഗ്യത്തിലും ആഫിയത്തിലും ആകാരത്തിലും സാമർഥ്യത്തിലുമൊക്കെ കഴിവുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ മരിച്ചുപോയി, ലോകത്തൊന്നും സംഭവിച്ചിട്ടില്ല. വലിയ കിങ്കരന്മാരുണ്ടായിട്ടുണ്ട്, മരിച്ചുപോയി. കം തറക്കൂ മിൻ ജന്നാത്തിൻ വഅയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർള്. ഫിർഔനിനെയും കൂട്ടരെ നശിപ്പിച്ചപ്പോൾ പറയാ, എത്ര കൃഷിയിടങ്ങളാ അവർ വിട്ടേച്ചു പോയത്. നമ്മളൊക്കെ പെരണ്ടാക്കി കെഞ്ചലില്ല. 90 വയസ്സായാലും പെരപ്പണി തന്നെയാണ്. ഒരു മിനിറ്റ് സമയം ഒന്നും നല്ല കാര്യത്തിന് ഒഴിവില്ല, നമുക്കൊന്നും സമയമില്ല. ഇപ്പൊ പിന്നെ എല്ലാവർക്കും തുടങ്ങിയിട്ടുണ്ട് സ്റ്റാറ്റസ് നോക്കല്. വല്ലാത്തൊരു പണിയാണ്. വേറുള്ള മനുഷ്യന്മാരെന്തെങ്കിലും എഴുതി വിടണമെങ്കിൽ എഴുതി വിടാം, ഇത് നോക്കന്നെ പണി. ഇല്ലെങ്കിൽ ഫേസ്ബുക്കില് വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന മനുഷ്യൻ നേരത്തെ വരല് നല്ലതെന്നൊക്കെ അറിഞ്ഞാലും പീടികയിൽ ഇരുന്നിട്ട് ഒരു മനുഷ്യൻ കസ്റ്റമർ ഉണ്ടാവില്ല, എന്നാലും ഓന് ഫേസ്ബുക്ക് തന്നെ 24 മണിക്കൂർ നോക്കന്നെ. മറ്റോന്റെ സ്റ്റാറ്റസ് നോക്കുക, പിന്നെ ഒന്ന് ഇട്ട് നോക്കുക, അതാരൊക്കെ കണ്ടിക്കണ് നോക്കുക, കണ്ടതിന് ആരൊക്കെ ലൈക്ക് അടിച്ചിട്ട് നോക്കുക. ഇതന്നെ ഒരു പണി. ചില മനുഷ്യന്മാർ അതോടെ തകർന്നിട്ടുണ്ട്. ചില കുടുംബം തകരാറായിട്ടുണ്ട്. ചില പെൺകുട്ടികൾ തെറ്റിപ്പോയിട്ടുണ്ട്. ചില പെൺകുട്ടികൾ ഇനിക്ക് ഭർത്താവിനെ തന്നെ വേണ്ട, ഈ ജാതി സ്റ്റാറ്റസ് നോക്കുന്ന ഭർത്താവ് വേറൊരു പണിയില്ല. മനുഷ്യൻ അള്ള തന്ന സമയം തന്താരും കുട്ടികളും ഒന്നും ഇവര്. തന്താർക്ക് ഇപ്പൊ നല്ല പരിപാടിയാണ്, നേരം പോകാൻ, നേരം കളയാണ്. ആലോചിച്ചു നിങ്ങള്, ഇതൊക്കെ ഇട്ടേച്ചു പോകും. ഫിറഔൻ പോയി എത്ര കം തറക്കൂ മിൻ ജന്നാത്തിൻ വഅയൂൻ, എത്ര തോട്ടം, എത്ര അരുവികൾ, അവരാഡംബരമായി താമസിച്ചിരുന്ന വീടുകൾ, അതൊക്കെ ഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, വേറുള്ളവർക്കാണ് കൊടുത്തു. ആർക്കും ഒരു സങ്കടവും ഉണ്ടായില്ല. ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർള്, ആകാശം പോലും കണ്ണീർ പൊഴിച്ചില്ല, ഭൂമി പോലും കണ്ണീർ പൊഴിച്ചില്ല. ഖുർആൻ എത്ര ആലങ്കാരികമായിട്ടാ പറഞ്ഞിട്ടുള്ളത്. സമയം അത് വെറുതെ കളയാനുള്ളതല്ല. ആലോചിക്കൂ, പൂർവികരായ പണ്ഡിതരൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങള്, ഗ്രന്ഥസമാഹാരങ്ങള് നമ്മുടെ ആയുഷ്കാലം മുഴുവൻ ഇരുന്നാലും വായിച്ചാൽ തീരില്ല. അവരുടെ സമയത്തെ അവർ അത്ര അധികം ഉപയോഗപ്പെടുത്തിയത്. ഒരു പണ്ഡിതനോട് ഒരാൾ വന്ന് പറഞ്ഞു, കുറച്ച് സംസാരിക്കാണ്ട്. അയാൾ ചോദിച്ചു, സൂര്യനെ അനക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? സൂര്യനെ അനക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? എന്നാ ഞാൻ സംസാരിക്കാന്നാണ്. കാരണം സമയമില്ല. അവരുടെ സമയം, ആ കാലഘട്ടങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു സൗകര്യമില്ലല്ലോ, ഒരു സൗകര്യമില്ല. ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ, അദ്ദേഹത്തെ പറ്റി പറയുന്നത്, അദ്ദേഹം മരിച്ചപ്പോ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കിയത് മൂപ്പര് എഴുതാണ്ടാക്കിയ പേന ചെത്തിക്കൂർപ്പിച്ച് അതിന്റെ കഷ്ണങ്ങൾ കൊണ്ടാണ് എന്നാണ്. അത്രയധികം പേനകൾ. വെള്ളം ചൂടാക്കണോ വേണ്ട വേറെ മസാല. പക്ഷെ അത്രയധികം അദ്ദേഹം അധ്വാനിച്ചു എന്നുള്ളത്. ഇമാം ബുഖാരിയെ പോലെ, മുസ്ലിമിനെ പോലെ, അതിന്റെ മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പണ്ഡിതന്മാർ, കൻസുൽ ഉമ്മാൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. വാള്യങ്ങളാണ്. നമ്മുടെ ജീവിതകാലത്ത് വേറെ ഒരു പണിക്കും പോകാതെ ഇരുന്നാൽ വായിച്ചാൽ ഒരു വരി പോലും എത്തൂല എന്നുള്ളതാണ്. അതുകൊണ്ട് അവരാ സമയം ഉപയോഗപ്പെടുത്തിയതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഇനി നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അടുത്ത തലമുറക്ക് നമ്മളൊക്കെ ഈ വാട്സപ്പും ഫേസ്ബുക്കും നോക്കി ഇരുന്നാല് എന്ത് കൊടുക്കാൻ കഴിയും? ചിന്തിക്കേണ്ട വിഷയം. നമ്മളെല്ലാം കയറ്റി കൊടുത്തു, മക്കൾക്ക് പെര കയറ്റി കൊടുത്തു, വളപ്പ് വാങ്ങിക്കൊടുത്തു, ഒക്കെ ചെയ്തു കൊടുത്തു.
പക്ഷെ ഈ മക്കള് ഒരു തലമുറക്ക് എന്ത് സമർപ്പിക്കുന്നു? ആരാണ് സമയം ഉപയോഗപ്പെടുത്തുന്നത്? ഒരു ന്യൂ ഇയർ ആഘോഷിച്ചു, ആഘോഷിക്കേണ്ടതല്ല, ആലോചിക്കേണ്ടതാണ്. എന്ത് സമയമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത്? അത് സന്തോഷിക്കാനുള്ളതല്ല. അത്രയും നമ്മുടെ ആയുസ് പിറകോട്ട് പോയി. പോയതൊന്നും ഇനി വിമാനം പോലെ അത് പിറകോട്ട് പോകൂല. അതുകൊണ്ട് ജീവിക്കുമ്പോ സമയത്തിന്റെ വില ചിലപ്പോഴൊക്കെ മനസ്സിലാവും. മരിക്കാൻ നേരത്ത് മനസ്സിലാകുന്ന അല്ലാഹ് പറയുന്നുണ്ട്. എപ്പോഴും കേൾക്കാറില്ലേ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഒരടുത്ത സമയം ഒരല്പം എനിക്ക് തന്നാൽ, മരിക്കാൻ നേരത്ത് മനുഷ്യൻ പറയണത് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാനൊന്ന് നന്നായി ജീവിച്ചോളാം. പക്ഷേ വലയുഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജ്ലുഹാ, അവധി എത്തിയാൽ ലാ യസ്തഖദിമൂന സഅതൻ വലാ യസ്തഖിറൂൻ, ഒരല്പം പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യും, സ്പോട്ടിൽ പിടിക്കും. പത്രത്തിൽ 1-2 കാര്യം വായിച്ചു. ഒരു നിമിഷേ എന്തോ ഒരു സ്ത്രീ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഇപ്പോഴും നമ്മൾ അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുക. അതിന്റെ മുമ്പ് ഒരു റഹീമോ എന്തോ ഒരാള് എല്ലാവരും പാടെ കൂടി കാശ് പിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ നിൽക്കുക. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ, കുറ്റവാളികൾ ദയാഹർജി സമർപ്പിച്ചാൽ അല്പമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തും കോടതി. ദുനിയാവിലെ കോടതി അങ്ങനെയാണ്. അല്ലാഹ് അങ്ങനെയല്ല. ഇവന് ചെറിയ കുട്ടികളാണ്, മൂത്ത കുട്ടിക്ക് ഭിന്നശേഷി കുട്ടിയാണ്, മന്ദബുദ്ധിയാണ് മറ്റോന്, ആരും അതൊന്നും വലാ യഖാഫു ഉഖ്ബഹ, ആഖിബത്ത് എന്ത് എന്ന് അല്ലാഹ് ഭയക്കൂലാണ്. മരിക്കേണ്ട സമയം വന്നാലേ 4 ചെറിയ കുട്ടികളല്ലേ, കുറച്ച് ദിവസം നീട്ടിക്കൊടുക്കാന്ന് അല്ലാഹ് വിചാരിക്കൂല. കാരണം അതിനുള്ള സമയം അല്ലാഹ് തരുന്നുണ്ട്. നന്നാവാനും സ്വർഗം കിട്ടാനുള്ള സമയം അല്ലാഹു തആല തരുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് പിന്നെ ആ സമയം വന്നാൽ ഒരല്പം പോലും വൈകിക്കുക എന്നത് പഠിച്ചതുപോലെ എന്റെ ചര്യയല്ല. അതുകൊണ്ട് വലാ യഖാഫു ഉഖ്ബഹ, അതിന്റെ പര്യവസാനം എന്ത് എന്ന് അല്ലാഹു ചിന്തിക്കുകയില്ല. ആ ആയുസ് അവസാനിച്ചാൽ അവിടെ തന്നെ കഴിയും, സ്പോട്ടിൽ അത് കഴിയും എന്നതാണ്. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് എന്ത് വേണം? സമയത്തിന്റെ വില മനസ്സിലാക്കണം. ഹത്താ ഇദാ ഹളറ അഹദകുമുൽ മൗത്ത്, ചില മനുഷ്യന്മാരങ്ങനെയാണ്, നേരാവൂല. അവസാനം മരണം വരുമ്പോ അവൻ പറയും ഖാല റബ്ബിർജിഊൻ, പടച്ചോനെ എന്നെ ഒന്ന് മടക്കി തരണം, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഇനി ഞാൻ നന്നായിക്കോളാം. കല്ലാ ഇന്നഹാ ഹുവ കലിമത്തുൻ, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതവൻ വെറുതെ പറയുന്ന ഒരു വാക്ക് മാത്രമാണ്. മരിക്കാൻ നേരത്ത് ഒരിക്കലും അള്ളാഹിനോട് പറഞ്ഞാൽ യാതൊരു മാപ്പപേക്ഷയും ഒരു ദയാഹർജിയും അള്ളാഹു സ്വീകരിക്കൂല. വലാ യഖാഫു ഉഖ്ബഹ. നരകത്തിൽ പോയാൽ അതിലേറെ സമയത്തിന്റെ വില മനസ്സിലാവും. നമ്മളൊക്കെ ചില സമയത്തെങ്കിലും സമയത്തിന്റെ വില മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ? ഒരു 5 മിനിറ്റ് നേരത്തെ ഇറങ്ങാത്തതിന്റെ പേരിൽ ബസ് നഷ്ടപ്പെട്ട, വിമാനം നഷ്ടപ്പെട്ട, ട്രെയിൻ നഷ്ടപ്പെട്ട, കഷ്ടത്തിലായ എത്രയോ ആളുകൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവും. നരകത്തിൽ ചെന്ന അല്ലാഹ് പറയുന്നുണ്ട് വഹും യസ്തരിഖൂന ഫീഹാ, അവരതിൽ അട്ടഹസിക്കും. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ഇതുവരെ ചെയ്യാത്ത നല്ല നല്ല കാര്യങ്ങൾ ഇനി ഞങ്ങൾ ചെയ്തോളാം. അല്ലാഹ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അവലം നുഅമ്മിറുക്കും, നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നില്ലേ? എത്ര ആയുസ് അല്ലാഹ് തന്നറിയോ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ആലോചിച്ച് മനസ്സിലാക്കാവുന്നവന് സ്വർഗത്ത് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ആയുസ് അല്ലാഹ് തന്നിട്ടുണ്ട് എന്നാണ്. 30 വയസ്സിൽ മരിച്ചാൽ അത് മതിയോ എനിക്ക്? അതിനുള്ളത് അവനക്ക് അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. 60 വയസ്സിലാണ് മരിക്കണ വെച്ചാൽ അതുവരെയുള്ളത് അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. 15 വയസ്സിലാണെങ്കിൽ അതുവരെയുള്ളത് അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. അതാണ് യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ, അതിന് പുറമെ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിട്ടുണ്ട്. 40 വയസ്സ് കഴിഞ്ഞു, തല നിരക്കാൻ തുടങ്ങി. ചില ആൾക്കാർ അങ്ങനെ വ്യാഖ്യാനിച്ചു, തല നിരച്ചു, തല നിരക്കുന്നു എന്നതൊരു മുന്നറിയിപ്പാണ്. കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കാനായിട്ടുണ്ട്. ഇനി ദുന്യാവെന്നൊക്കെ ഒന്ന് വിട്ടുനിന്നിട്ട് ഇനി എമ്മക്കടന്നിട്ട് ഇങ്ങനെ ഇനി 2 സെന്റും 10 സെന്റും മറ്റേ തട്ടും മേലേ തട്ടും താഴെ തട്ടും വേറെ കൂട്ടി ഒക്കെ പാടെ ആലോചിച്ച് നിൽക്കണ്ട. കുറച്ചൊക്കെ സമയം നിങ്ങൾക്ക് വേണ്ടി കരുതണം. അല്ലാഹ് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ഫദൂഖൂ ഫമാ ലിസ്സാലിമീന മിൻ നസീർ, നിങ്ങൾ അനുഭവിക്കുക.
ആലോചിക്കാൻ ടൈം തന്നിട്ട്, ടൈം ടേബിൾ തന്നിട്ട് ആലോചിക്കാതെ മരിച്ചുപോയാൽ ഇനി നിങ്ങൾക്ക് അക്രമികൾക്ക് യാതൊരു സഹായമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക, 5 കാര്യത്തിന് മുമ്പ് 5 കാര്യം നമ്മൾ ചൂഷണം ചെയ്ത് ഉപയോഗിക്കണം എന്നാണ്. ഒന്ന്, മൊത്തത്തിൽ പറഞ്ഞാൽ ഹയാത്തക ഖബല മൗതിക, മരിക്കുന്നതിന്റെ മുമ്പ് ജീവിതം പരമാവധി ഉപയോഗിക്കണം. സിഹത്തക ഖബല ഫഖദിക, ആരോഗ്യം നഷ്ടപ്പെടുന്നതിന്റെ മുമ്പ് ആരോഗ്യം ഉപയോഗിക്കണം. വഫറാഗക ഖബല ശുഗ്ലിക, ജോലിയിൽ വ്യാപൃതനാകുന്നതിന് മുമ്പ് കിട്ടുന്ന സമയം ഉപയോഗിക്കണം. വസിഹത്തക, അതുപോലെ തന്നെ വഗിനാക ഖബല ഫഖരിക, ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് നിന്റെ സമ്പത്ത് ഉപയോഗിക്കണം. ദാരിദ്ര്യനായ ഒക്കെ പൊളിഞ്ഞു പോകുമ്പോ അങ്ങനെ തോന്നും, എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ കുഴപ്പമുണ്ടായിരുന്നില്ല, അപ്പൊ കൊടുത്ത കാര്യമില്ല. അതുകൊണ്ട് ബാദിറൂ ബിൽ അഅമാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാം, നിങ്ങൾ നല്ല കാര്യങ്ങളിലേക്ക് മുന്നിട്ട് വരണം. ഹൽ തൻതദിറൂന, നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ, ഒന്നുകിൽ ഇല്ലാ ഫഖറൻ മുൻസിയ, ഈ നിലയിൽ നിന്ന്, ഇപ്പോഴത്തെ ഈ നിലയിൽ നിന്നൊരു മനുഷ്യന്റെ അവസ്ഥ അല്ലാഹുവിന്റെ റസൂൽ പറയാം, നീ ഒന്നാകെ ദരിദ്രനാവും, പിന്നെ ഒന്നും നിന്നെ കൊണ്ട് കഴിയില്ല. ദരിദ്രൻ നിസ്കരിക്കാനും നോമ്പ് വെക്കാനും കഴിയില്ല. എങ്ങനെ ആത്മാർത്ഥത ഉണ്ടാവോ, ഇഖ്ലാസ് കിട്ടുമോ? ഒന്നും കിട്ടൂല, ആകെ ടെൻഷനാവും. അതുപോലെ തന്നെ പിന്നെ ഔ മറളൻ മുഫ്സിദ, അല്ലെങ്കിൽ രോഗിയോ, അപ്പോഴും ഇതുപോലെ കഴിയില്ല. അല്ലെങ്കിലോ ഔ ഹറമൻ മുഫന്നിദ, ഇല്ലെങ്കിൽ പിച്ചും പേയും പറയുന്ന അവസ്ഥയിലേക്ക് വാർദ്ധക്യമാവും, അതും പറ്റൂല. അല്ലെങ്കിൽ ഔ മൗത്തൻ മുജഹിസ, എല്ലാം ഇവിടുന്ന് കെട്ടുകെട്ടിക്കുന്ന മരണം. ദജ്ജാൽ ശർറു ഗായിബിൻ മുൻതദർ, ഇല്ലെങ്കിൽ ദജ്ജാലിന്റെ ഷർറുണ്ടാവും. ഒക്കെ കഴിഞ്ഞാല് പല ജാതി ഷർറ്, ദജ്ജാലുകളുടെ ഷർറുണ്ടാവും ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച്. അല്ലെങ്കിൽ അവിസ്സാഅത്തു വസ്സാഅത്തു അദ്ഹാ വഅമർ, ഇല്ലെങ്കിൽ ഖിയാമത്ത് നാളുണ്ടാവും. അതുകൊണ്ട് കിട്ടുന്ന സമയം നന്നായി ഉപയോഗിക്കുക. കുൻ റജുലൽ യൗം, ഡെയിൽ കാർണിഗെ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഉണ്ട്, ഡെയിൽ കാർണിഗെ. അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം ഒരു എന്താ പറയാ പിന്നെ സൈക്കോളജി പണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയ പുസ്തകം, അയാളുടെ പുസ്തകം വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് ഹൗ ടു സ്റ്റോപ്പ് വെറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിംഗ് എന്നാണ്. ഈ വെറി എന്ന് പറഞ്ഞാൽ ഈ ടെൻഷനൊക്കെ ഒഴിവാക്കുക. വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുക മനുഷ്യന്മാര്, ഒഴിവാക്കുക, ജീവിക്കാൻ തുടങ്ങുന്നതാണ്. അത് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് അത് അദ്ദേഹം പറയുന്നുണ്ട്. ദിവസം 3 ദിവസമാണ്. ഹസൻ ബസ്രി പറഞ്ഞ കാര്യം അദ്ദേഹം മാത്രമല്ല, എല്ലാവരും പറഞ്ഞ 3 ദിവസമേ ഉള്ളൂ. പാസ്റ്റ് ഒന്ന് പാസ്റ്റാണ്, പാസ്റ്റ് അത് ഹിസ്റ്ററി ആയി പോയി. പാസ്റ്റ് ഈസ് ഹിസ്റ്ററി, കഴിഞ്ഞു പോയത് ഹിസ്റ്ററിയായി, ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല, അതിനെപ്പറ്റി ഞാൻ ആലോചിക്കണ്ട. ഫ്യൂച്ചർ ഈസ് മിസ്റ്ററി, ഫ്യൂച്ചർ ഭാവി അത് നിഗൂഢമാണ്. അതെന്താണ് നമുക്കറിയില്ല. ഇന്ന് കഴിഞ്ഞ് അടുത്ത നിമിഷം എന്തെന്നറിയാൻ നിഗൂഢമാണ്, മിസ്റ്ററിയാണ്, നിഗൂഢമാണ്. അതുകൊണ്ട് കുൻ റജുലൽ യൗം, നീ ഇന്നിന്റെ മനുഷ്യനാവുക. ബി എ മാൻ ടുഡേ, നീ ഇന്നത്തെ മനുഷ്യനാവുക. അദ്ദേഹം പറഞ്ഞ, അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച കുറെ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഗൂഗിളിൽ പരിശോധിച്ച് അങ്ങ് കിട്ടും. അദ്ദേഹത്തിന്റെ പേര് ഡെയിൽ കാർണിഗെ, ഡെയിൽ കാർണിഗെ എന്നാണ്. നിങ്ങൾ അടിച്ചു നോക്കിയാൽ കിട്ടും അദ്ദേഹത്തെ പറ്റിയിട്ട്. വളരെ വിശാലമായിട്ട് പഠിക്കുന്ന, ചിന്തിക്കുന്ന ഒരാളാണ്. ആ പുസ്തകം വായിച്ചിട്ട് രക്ഷപ്പെട്ടവരെ അവരുടെ ആത്മക്കുറിപ്പുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും വേണ്ട. ഇന്നത്തെ ഈ സമയം, ഈ മിനിറ്റ്, ഈ സെക്കൻഡ് എങ്ങനെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താം, ഇതാണ് പുതിയ കലണ്ടർ മാറുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ-ആഖിബത്തു ലിൽ-മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഞാൻ ഓതിയ ആയത്ത് സൂറത്തുൽ ഹശ്റിലെ 18ാമത്തെ ആയത്താണ്. അല്ലാഹ് ചോദിക്കുക, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണം. തഖ്വ എപ്പോഴും വേണം. അതേപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്ന് എപ്പോഴും നോക്കണം. ഒന്ന് ചിന്തിക്കാം, നാളെ പരലോകത്ത് കൂലി കിട്ടുന്ന ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? നാളെ പറഞ്ഞാൽ നാളെ ഈ ഫ്യൂച്ചർ അല്ല, അത് മിസ്റ്ററിയാണ്, നിഗൂഢമാണ്. പക്ഷെ ഉറപ്പുള്ള സംഗതി നാളെ നമ്മൾ മരിക്കും എന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം തഖ്വയോടൊപ്പം, തഖ്വ എപ്പോഴും നമുക്ക് വേണം.
അതുപോലെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാണ്ട് വിചാരം ഇന്നിപ്പോ നമ്മളാണ് മരിച്ചാൽ അള്ളാഹ് ചോദിക്കുന്നുണ്ട് സൂറത്ത് ജുമുഅയിൽ, നിങ്ങൾ വലിയ അള്ളാന്റെ ആൾക്കാരാണെങ്കിൽ തമന്നവുൽ മൗത ഇൻകുന്നു സാദിഖീൻ, നിങ്ങൾ മരിക്കാൻ റെഡിയായി എന്നാണ് നമ്മളോട് ചോദിക്കുക. നിങ്ങളിപ്പോ മരിക്കാൻ റെഡി? നബിനോട് ചോദിച്ചു വന്നിട്ട് മലക്കോന്ന് ചോദിച്ചു മരിക്കാൻ റെഡിയാണോ? നബി പറഞ്ഞു ഇല റഫീഖിലല്ല, ഞാൻ മരിക്കാൻ റെഡിയാണ്. നമ്മളോട് ചോദിച്ചാലോ ഈ ചോദ്യം? നിങ്ങൾ ഇപ്പൊ മരിക്കാൻ റെഡിയാണോ? റെഡിയായിരിക്കണം എന്നാ പറഞ്ഞത്. ഇപ്പൊ മരിക്കണം, ഇപ്പൊ മരിക്കാൻ റെഡിയാണെന്ന് കരുതണം. എന്നാലല്ലേ നമ്മൾ അള്ളാഹിന് ഇഷ്ടമുണ്ട് ഇബാദത്ത്, അതിനൊക്കെ ഒരു കാര്യം ഉണ്ടാവില്ല. മയക്കം പോയാലുണ്ട്, നിസ്കരിച്ചലൊക്കെ ഉണ്ട്, കാത്തും അങ്ങനെ കൊടുത്ത് ഒപ്പിച്ചലുണ്ട്, അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. ഇപ്പൊ മരിക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ മരിക്കാൻ റെഡിയാണ് എന്നുള്ള ആൻസർ കിട്ടണം. അതുകൊണ്ട് ഇല്ലെങ്കിലാണ് അവൻ പിന്നെ അവസാനം വിലപിക്കും. അതും പറയുന്നുണ്ട് യഖൂലു യാ ലൈ, സൂറത്തുൽ ഫജ്റിലാ പറഞ്ഞു യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. പരലോകത്ത് എന്നവൻ പറയും ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ. ഒന്നുമില്ലാതെ വന്നിക്കണതേ. അപ്പോഴാണ് ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് കുട്ടികളൊക്കെ നാല് പുറം നിൽക്കുക, എന്തെങ്കിലും കിട്ടിച്ചിട്ട് ഒരു മുട്ടായി പോലെ ചങ്ങായി കൊടുത്തിട്ടില്ലെങ്കിൽ അവസ്ഥ എന്താ ആലോചിക്ക്. വലിയ പെട്ടിട്ട് വന്നിട്ട് ഓന്റെ തുണിക്കുപ്പായം മാത്രമേ ഉള്ളൂ. ഈ കുട്ടികൾക്ക് ഒരു മുട്ടായും കൂടി കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ അപ്പൊ ഖേദിക്കും. പരലോകത്ത് ചെല്ലുമ്പോ ഒന്നും കയ്യിലില്ല, ഒരു മുട്ടായി പോലും കയ്യിലില്ല അള്ളാഹ്ക്ക് കൊടുക്കാൻ, അള്ളാന്റെ മുന്നിൽ കൊടുക്കാൻ, മലക്കുകളുടെ മുന്നിൽ ഉത്തരം പറയാൻ. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, അവൻ പറയുമെന്നാണ്. അതുകൊണ്ട് അതിന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളൊക്കെ രഹസ്യമായിട്ട് തന്നെ നമുക്കൊക്കെ, ഞാനടക്കമുള്ള നമുക്കൊക്കെ ഒരു പുതിയ ഒരു കലണ്ടർ ഇയർ ആവുമ്പോൾ ദിനേന എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചു വെക്കുക. നമ്മളും പടച്ചവനും ആയിട്ട് മാത്രം മതിയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം, എത്തണം, ശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا اغفر لنا اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.